ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ എന്താണ് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെ നോക്കിയാലോ. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യത്തെ ഇതൊക്കെ ഞാൻ എടുക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. ചട്ടി വെക്കുക, നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിക്കണം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇടണം കേട്ടോ. എല്ലാ മസാല ഇട്ട് കൊടുത്തേക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടി ഇട്ട് വേവിച്ച ബീഫാണ്. 3-4 വിസിലടിച്ചോ. പക്ഷെ നമുക്ക് ബീഫിൻ്റെ ആ വെള്ളം വേണ്ട, ബീഫ് മാത്രം മതി. അങ്ങനെ ഇട്ട് നല്ല രീതിയിൽ ഇനി നമ്മളിങ്ങനെ അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ പൊരിയിക്കണം കേട്ടോ. എന്നിട്ട് ഇതേ സവാളയാണേ, 2 പിടി സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. ഈ സവാള അതിൽ കിടന്ന് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മൊരിയണം. അങ്ങനെ മൊരിഞ്ഞ് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത് എത്രത്തോളം ഇടണം അത്രത്തോളം ബീഫിന് ടേസ്റ്റ് കൂടുകയുള്ളേ. അങ്ങനെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് വേപ്പിലയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നേക്കണം കേട്ടോ. ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ബീഫ് ഫ്രൈ ആകുമ്പോൾ അറിയാലോ, നല്ല എരിവും എല്ലാം വേണം. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഇത്രേ ഉള്ളൂ നമ്മുടെ ബീഫ് ഫ്രൈ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.